എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ ആൻസർ കീ പരിശോധിക്കാവുന്നതും അതുപോലെ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് റെസ്പോൺസ് പരിശോധിക്കാവുന്നതും ആണ്. അപ്പോൾ സ്റ്റുഡൻസ് റെസ്പോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ആ ഒരു സ്റ്റുഡൻസ് റെസ്പോൺസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ ഏതൊക്കെ ആൻസേഴ്സ് ആണ് ബബിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കാൻഡിഡേറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് റെസ്പോൺസിൽ ആ ഒരു ഡീറ്റെയിൽസിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ആൻസർ കീ നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഇവിടെ ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഈ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസമാണ് എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്, അതുപോലെ ഫാർമസിയുടെ പരീക്ഷ എപ്പോഴായിരുന്നു, അതുപോലെ തന്നെ ഏത് സെഷനിലാണ്, രാവിലത്തെ സെഷനാണോ അല്ലെങ്കിൽ ഉച്ചക്കത്തെ സെഷനാണോ ഏതാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ദിവസം ഏത് നേരത്താണ് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക്, അതായത് ഇവിടെ ഏത് ഡേറ്റ് ആണെന്നുള്ളതനുസരിച്ച് ആ ഒരു ഡേറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീ ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആൻസർ കീ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം സ്റ്റുഡൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതായത് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ്, അത് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ള ആ ഒരു ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങളുടെ ഏത് ദിവസമാണോ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ദിവസത്തെ പരീക്ഷ, അതായത് ആ ഒരു ദിവസത്തെ പരീക്ഷയുടെ ആൻസർ കീ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിൻ്റെ അതായത് നിങ്ങളുടെ റെസ്പോൺസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ കീയും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീയും നിങ്ങളുടെ ആ റെസ്പോൺസിൻ്റെ ആ ഒരു ഷീറ്റും വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് റെസ്പോൺസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നോക്കിയിട്ട് അതുപോലെ ഫൈനൽ ആൻസർ കീ കൂടി നിങ്ങൾ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു, അതായത് എത്ര മാർക്ക് ലഭിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻസിൽ കൃത്യമായിട്ട്, അതായത് ഇത് 9-ാം തീയതി വന്നിട്ടുള്ളതാണ്. അതുപോലെ കാൻഡിഡേറ്റ് റെസ്പോൺസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസേഴ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾ ഏത് ആൻസർ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ ഈ ഒരു പരീക്ഷ രേഖപ്പെടുത്തിയുള്ള ഉത്തരങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് റെസ്പോൺസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കാണാമെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പേജിൽ കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്നുള്ളൊരു മെനു ഐറ്റം കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ ഫാർമസി, മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടി പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതി, അത് കീമിൻ്റെ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതി. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയ ശേഷം ഇതിൻ്റെ ആ ഒരു റിസൾട്ട് വരും. റിസൾട്ട് വന്ന ശേഷം പിന്നീട് നിങ്ങൾ +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ വർഷം ഈ ഒരു +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ കേരള സിലബസിൽ +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അത് കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തി കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്ന ഏത് മാർക്കാണോ ആ ഒരു മാർക്കാണ് നിങ്ങളുടെ ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി വരാതെ വിദ്യാർത്ഥികളുടെ മാർക്ക് ഉണ്ടാകും. അവർ നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്ത് നൽകുകയും അതിനുശേഷം നിങ്ങളുടെ മാർക്ക് ഷീറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകുകയുമാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ ഫാർമസി പരീക്ഷയാണെങ്കിൽ ഫാർമസി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഒരു +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എഞ്ചിനീയറിംഗിലാണെങ്കിൽ 50-50 അനുപാതത്തിൽ എഞ്ചിനീയറിംഗ് കീമിൻ്റെ പരീക്ഷയുടെയും അതുപോലെ +2ൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്കും കൂടി പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ കീമിൻ്റെ പരീക്ഷയിൽ ഫാർമസി പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കീമിൻ്റെ ഫാർമസി പരീക്ഷയ്ക്ക് ശേഷമുള്ള ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് നീറ്റ് പരീക്ഷയാണ്. നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ അതായത് അടുത്തത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആണ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു മെഡിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിവ ഉണ്ടാവും. മെഡിക്കൽ അലൈഡ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്ററിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, ബിടെക്, ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകൾ ഉൾപ്പെടും. അപ്പോൾ ഇത്രയും കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നീറ്റിൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു, അതായത് അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സിലേക്ക് അഡ്മിഷനായിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നീറ്റ് റിസൾട്ട് വന്ന ശേഷമാണ്. അപ്പോൾ നീറ്റ് റിസൾട്ട് വന്ന ശേഷം പിന്നീട് നിങ്ങൾ അതിനുശേഷം നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട്, അതായത് ഈ ഒരു
പിന്നീട് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം, അതായത് ഈ ഒരു നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നീറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം പിന്നീട് ആ ഒരു നീറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ കീമിൻ്റെ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്കായിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ ആരംഭിക്കും. അങ്ങനെ നീറ്റിൻ്റെ ആ ഒരു സ്കോർ പരിഗണിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് 2 റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക. എങ്കിലും ഈ ഒരു ഏകദേശം റാങ്ക് നോക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് തന്നെ സെയിം റാങ്ക് ആയിരിക്കും മെഡിക്കലിലും അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് കാരണം നീറ്റിൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നീറ്റിൻ്റെ സ്കോർ വെച്ച് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആദ്യം താൽക്കാലിക റാങ്ക് ലിസ്റ്റുകളും പിന്നീട് മെയിൻ റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിക്കുക. അടുത്തത് ആർക്കിടെക്ചർ കോഴ്സാണ്. ആർക്കിടെക്ചർ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് നാറ്റ 2025 പ്രവേശന പരീക്ഷയുടെ ആ ഒരു യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ +2ൻ്റെ സ്കോറും അതുപോലെ തന്നെ നാറ്റയുടെ സ്കോറും പരിഗണിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കീമിന് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുകയും അതിനുശേഷം നാറ്റ ക്വാളിഫൈ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ജൂൺ 28-ാം തീയതി വരെ ഓരോ ആഴ്ചയിലും 3 സെഷൻ, അതായത് വെള്ളിയാഴ്ചത്തെ ഒരു സെഷൻ ഉണ്ടാവും, ശനിയാഴ്ച 2 സെഷൻ, രാവിലെയും ഉച്ചയ്ക്ക് ശേഷമായിട്ട് 2 സെഷൻസ് ഉണ്ടാവും. ഈ ഒരു രീതിയിൽ ഈ ഒരു നാറ്റ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കീമിന് ആർക്കിടെക്ചറാണ് അപ്ലൈ ചെയ്തത്, മറ്റ് എലിജിബിലിറ്റി അതായത് നാറ്റ ക്വാളിഫൈ ആയിട്ടില്ല എങ്കിൽ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിൻ്റെ അതായത് നാറ്റ പരീക്ഷ നിങ്ങൾ ഉടൻ രജിസ്ട്രേഷൻ ചെയ്ത്, അതായത് naata.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾ ഉടൻ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ നാറ്റ പരീക്ഷയിൽ ക്വാളിഫൈ ആവേണ്ടതാണ്. അപ്പോൾ ആഴ്ചയിൽ പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തവണ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നാറ്റ പരീക്ഷ കൃത്യമായിട്ട് എഴുതുക. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ഈ വർഷം 3 പ്രാവശ്യമാണ് ഈ ഒരു നാറ്റ പരീക്ഷ എഴുതാനായിട്ട് അവസരം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള അവസരം വരും. അതായത് നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ വേണം, അതുപോലെ ഏത് കോഴ്സിലേക്ക് അഡ്മിഷൻ വേണം, ഇത് സംബന്ധിച്ചുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് നൽകുക. അതായത് ഏത് റാങ്ക് ലിസ്റ്റിലാണ് നിങ്ങൾ ഉൾപ്പെട്ടുള്ളത് അതിൻ്റെ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഏകദേശം ഒരു 5000 രൂപ ആദ്യം തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് പിന്നീട് നിങ്ങളുടെ അഡ്മിഷൻ ഫീസ് ഇനത്തിലേക്ക് കണക്കാക്കുന്നതായിരിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാവുക. അതായത് ആദ്യം ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളോട് ചില വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറയും. പിന്നീട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾ ഓപ്ഷൻ നൽകാനായിട്ട് പറയും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നൽകും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ടും പെർമനൻറ്റ് അഡ്മിഷനൊക്കെ ആയിട്ട് അഡ്മിഷൻ നേടാനും പിന്നീട് ഏകദേശം ഒരു 3 അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതും ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഓരോ ഘട്ടവും കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.